എന്താ കാര്യം? ഇവിടുന്ന് വിളിച്ചിരുന്നോ? ഇല്ല സർ, ഞങ്ങള് തന്ന പരാതി പിൻവലിക്കാൻ വേണ്ടി വന്നതാ. പരാതി പിൻവലിക്കാൻ? എന്താ കാരണം? സാർ, നേരത്തെ രണ്ടുപേരെ കാണാനില്ലെന്ന് പറഞ്ഞ് പരാതി തന്നിരുന്നു. അത് ഇവരാണ് സാർ. പരാതിയിലെ പ്രതിയെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ ഇപ്പൊ അവർ പറയുന്നു പരാതി പിൻവലിക്കുകയാണെന്ന്. നിങ്ങളുടെ മകളെ കണ്ടു കിട്ടിയോ? ഇല്ല സർ. നിങ്ങളുടെ ഭർത്താവ് തിരിച്ചു വന്നോ? ഇല്ല സാറേ. പിന്നെന്താ പരാതി പിൻവലിക്കാൻ കാരണം? അത് സർ, നിങ്ങളാരെങ്കിലും ഭീഷണിപ്പെടുത്തിയോ? ഇല്ല സർ. സുന്ദരിയുടെ ഭർത്താവ് ഞങ്ങളെ വിളിച്ചിരുന്നു. സുന്ദരി അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോ പരിചയമുള്ള ഒരാളെ ഉപദ്രവിക്കണ്ടല്ലോ എന്ന് കരുതി. നിങ്ങളെന്ന് തമാശ കളിക്കുക? ഞങ്ങൾ പോലീസുകാരെ നിങ്ങൾ പറയുന്നൊക്കെ വിശ്വസിക്കണോ? ആരെങ്കിലും വീട്ടിലേക്ക് വരാൻ 1 മണിക്കൂർ വൈകിയ ഉടനെ വരും ഒരു പരാതിയും കൊണ്ട്. എന്നിട്ടൊരു 100 പേരെ സംശയവും. അതിന്റെയൊക്കെ പുറകെ പോയി ഓരോരുത്തരായിട്ട് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുമ്പോ പരാതിയില്ല, പിൻവലിക്കണം അല്ലേ? ക്ഷമിക്കണം സർ, അറിയാതെ പറ്റിപ്പോയതാ. അവരെ ഈ നാട്ടിലെ ക്രിമിനലുകൾ ഉണ്ടാവാൻ കാരണം നിങ്ങളുടെയൊക്കെ ഈ ആറ്റിറ്റ്യൂഡാ. എഴുന്നേക്കിടുന്നു. തൽക്കാലം പരാതി പിൻവലിക്കുന്നു ഇവര് പറഞ്ഞതുകൊണ്ട് നിന്നെ ഞാൻ വിടാം. പക്ഷെ നീ ആള് മൊത്തത്തിൽ ശരിയല്ല. ഈ സ്റ്റേഷന്റെ പരിധി കിടന്ന് ഒരുപാട് കളിച്ച ഞാൻ നിന്നെ വീണ്ടും പൊക്കും. കേട്ടോടി? സാറേ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇവരെന്തൊക്കെയോ തെറ്റിദ്ധാരണ കൊണ്ട് ഇവരുടെ പണം പെട്ടെന്ന് തന്നെ കൊടുക്കു സാറേ. അത്രയ്ക്ക് വേണ്ടപ്പെട്ടവരാ. ആ മതി മതി. ഇനി പുറപ്പെട്ടു പോയവരെ കാണാനില്ലെന്നും അവര് ചത്തുപോയെന്ന് പറഞ്ഞാൽ പോലും പരാതിയും കൊണ്ട് ഇതിനകത്തേക്ക് കയറരുത്. പോയിക്കോ.